ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അടിപൊളി ഒരു റെഗുലേറ്ററുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 12 വോൾട്ടിനെ നമുക്ക് എങ്ങനെ ഒരു സ്ട്രിപ്പ് LED ഉപയോഗിച്ച് 12 വോൾട്ടിനെ സ്ട്രിപ്പ് LED ഉപയോഗിച്ച് 3 വോൾട്ടേജായി റെഗുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിപ്പോ ബാറ്ററിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 12 വോൾട്ടിൻ്റെ ഈ സ്ട്രിപ്പ് 12 വോൾട്ടാണ്. ഇതിലെ ഈ ഒരു 3 LED വിട്ട് ഒരു 12 വോൾട്ടേജ് സപ്ലൈ കൊടുക്കാനുള്ള കണക്ഷനാണ് ഇതിലുള്ളത്. നമുക്കത് കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഓരോ സെക്ഷനാക്കി 3 LED കഴിഞ്ഞാലുള്ള ഓരോ കണക്ഷൻ്റെ കോപ്പറിൻ്റെ പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് ഒരു നെഗറ്റീവ് ടെർമിനൽ, ഒരു പോസിറ്റീവ് കാണാം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെഗറ്റീവും പോസിറ്റീവ് കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു 12 വോൾട്ട് തന്നെ കത്തിക്കാം. ഇതിൽ 3 LED ഇതിനിടയിൽ 3 LEDയും ആംപിയർ കുറഞ്ഞ ഒരു വോൾട്ടേജ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രിപ്പ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു 12 വോൾട്ട് സപ്ലൈ നമ്മൾ 3 LED സീരീസ് ആയി കൊടുത്തതുകൊണ്ട് ഇതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 3 വോൾട്ടാണ് വരുന്നത്. അതായത് 3 9 വോൾട്ടും ബാക്കി 12 വോൾട്ടിലെ 3 വോൾട്ടേജ് നമ്മുടെ ഈ 3 റെസിസ്റ്റൻസ് ആയിട്ട് പോകുന്നുണ്ട്. അതായത് ഒരു റെസിസ്റ്റൻസിൽ 1 വോൾട്ടേജ് ഡ്രോപ്പും അങ്ങനെ ഓരോരോ 3 റെസിസ്റ്റൻസിൽ 3 വോൾട്ടേജ് വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോകുന്നുണ്ട് മൊത്തത്തിൽ. അതായത് ഒരു റെസിസ്റ്റൻസിന് 1 വോൾട്ടും അതുപോലെ തന്നെ LED മൊത്തത്തിൽ 3 വോൾട്ടാണ് ഡ്രോപ്പ് വരുന്നത്. അപ്പോൾ 3 LED സീരീസ് ആയി വരുന്നതുകൊണ്ട് 3 വോൾട്ടാണ് ഒരു LED നമുക്ക് ഇവിടെ കിട്ടുന്നത്. ആ ഒരു LEDയുടെ വോൾട്ടേജ് ഉപയോഗിച്ച് നമ്മൾ സിഗ്നലിനെ പവർ ആക്കുകയാണ് ചെയ്യുന്നത്. ആംപിയർ കുറഞ്ഞ ഒരു 3 വോൾട്ടേജ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ സ്ട്രിപ്പിലെ 3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത LEDയിൽ ഒരു LEDയിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നമ്മൾ ഒരു പോസിറ്റീവ് കണക്ഷൻ എടുക്കുകയാണ്. നെഗറ്റീവ് ടെർമിനൽ നമ്മുടെ സാധാ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് എടുത്താൽ മതി. അതിനുവേണ്ടി നമ്മൾ ഒരു വയർ സോൾഡർ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ പ്ലസ്സിൽ നിന്ന് 3 വോൾട്ട് പ്ലസ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇതേ ഒരു മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് 1 വോൾട്ടും 6 വോൾട്ടും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. 1 വോൾട്ടിന് വേണ്ടി നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ഉള്ളിലെ ഡ്രോപ്പിൽ നിന്ന് 1 വോൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ LED-ൻ്റെ 2 LEDകളും തമ്മിലുള്ള ഡ്രോപ്പിൽ നിന്ന് 6 വോൾട്ട് നമ്മൾ 6 വോൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കുള്ളൊരു മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് ആ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ സോൾഡർ ചെയ്ത പ്ലസ്സും ഏതെങ്കിലും ഒരു നെഗറ്റീവ് ടെർമിനൽ ടച്ച് ചെയ്യുമ്പോൾ 3.3 വോൾട്ട് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നമ്മളുടെ സ്ട്രിപ്പിൽ നിന്ന് കിട്ടിയ ആംപിയർ കുറഞ്ഞ ഈ 3 വോൾട്ടേജിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ 52.00 എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിൽ എത്ര വോൾട്ടേജാണ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഔട്ടിൽ നമുക്ക് അതേ വോൾട്ടേജ് ആംപിയറിൽ കിട്ടുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബേസ് ഫസ്റ്റത്തെ പിന്നെ ബേസും, രണ്ടാമത്തെ പിന്നെ കളക്ടറും, മൂന്നാമത്തെ പിന്നെ എമിറ്ററുമാണ്. അതായത് ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3 വോൾട്ടേജ് ഈ സ്ട്രിപ്പിൽ നിന്ന് എടുത്ത 3 വോൾട്ടേജ് ബേസിലാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇൻപുട്ട് വോൾട്ടേജ് ആയ 12 വോൾട്ടേജ് നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ പിന്നിലും, ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 3 വോൾട്ടേജ് നമുക്ക് കിട്ടും ഇതിൻ്റെ മൂന്നാമത്തെ പിന്നിലുമാണ്, അതായത് എമിറ്റർ. ഇതിൻ്റെ കളക്ടറിലേക്കുള്ള പോസിറ്റീവ് വോൾട്ടേജാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. ആ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ സ്ട്രിപ്പിൽ നിന്നുള്ള ഈ ലൈനിലെ ഏതെങ്കിലും വയറെടുത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ സ്ട്രിപ്പിൽ തന്നെ നമുക്ക് അവിടെ തലക്ക് കൊടുക്കുന്ന സ്ട്രിപ്പിൽ തന്നെ പോസിറ്റീവ് 12 വോൾട്ട് ഉണ്ട്. ആ 12 വോൾട്ട് നമുക്ക് രണ്ടാമത്തെ പിന്നായ കളക്ടറിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസിൽ നമ്മൾ സ്ട്രിപ്പിൽ നിന്ന് എടുത്ത 3 വോൾട്ടേജിൻ്റെ ഒരു തല നമ്മൾ ബേസിൽ, അതായത് ഒന്നാമത്തെ പിന്നിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 3 വോൾട്ട് അവിടെ ഇൻപുട്ടായി കിട്ടും. പിന്നെ നമുക്ക്
ഇതിൻ്റെ വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് നമ്മൾ ഈ സ്ട്രിപ്പിൽ നിന്ന് 12 വോൾട്ട് കൊടുത്ത് രണ്ടാമത്തെ പിന്നെ, അതായത് കളക്ടർ. എമിറ്ററിൽ നിന്നാണ് നമുക്ക് ഔട്ട് കിട്ടുന്നത്. ഈ ഔട്ട് കിട്ടുന്നതിൽ നിന്ന് നമുക്ക് പ്ലസ് ആണ് കിട്ടുക. ആ പ്ലസ് വോൾട്ടേജ് നെഗറ്റീവ് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ സ്ട്രിപ്പിൽ നിന്ന് തന്നെ നമ്മൾ ബേസിൽ കൊടുത്തതിനപ്പുറം തന്നെ ഉള്ളത് നെഗറ്റീവ് കണക്ഷനാണ്. ആ കണക്ഷൻ നമ്മൾ ഒരു കറുപ്പ് വയർ ഉപയോഗിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3 വോൾട്ടിൻ്റെ നെഗറ്റീവ് ആ കറുപ്പ് വയറും ഔട്ട്പുട്ട് നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ പിന്നായ എമിറ്ററിൽ നിന്ന് എടുക്കുന്നതാണ്. നമുക്ക് മൾട്ടിമീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3.7 ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മുടെ ഈ 12 വോൾട്ട് നമ്മുടെ ഈ ലൈപ്പോ ബാറ്ററിയിൽ 12 വോൾട്ട് കറക്റ്റ് ഇല്ല. അതിൻ്റെ ചെറിയൊരു വോൾട്ടേജ് കുറവുണ്ടാവും. ഈ ഒരു LED 4 വോൾട്ടിൻ്റെ ഒരു LED ആണ്. അത് ഒരു ആംബിയറോട് പ്രകാശിക്കുമ്പോൾ തന്നെ 5 വോൾട്ടിൻ്റെ മോട്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും നല്ലതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.